ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ അമ്മമാരും കുട്ടികളും ഒക്കെ തിരക്കുകളിലായിരിക്കും. സ്കൂൾ തുറക്കാറായി, പെട്ടെന്ന് തന്നെ അവധിയൊക്കെ കഴിഞ്ഞ് 2 മാസം പെട്ടെന്ന് പോയ പോലെ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ പാത്തൂനാണെങ്കിൽ ജൂൺ 5-നാണ് തുറക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ സമയത്തായിരിക്കും. ഓൾറെഡി സ്കൂൾ തുറന്ന് ക്ലാസ്സിൽ പോയി തുടങ്ങിയ കുട്ടികളും ഉണ്ടായിരിക്കാം. പിന്നെ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്കൂൾ തുറക്കുന്നു എന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അമ്മമാർക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം അത്രയും 2 മാസത്തോളം നമ്മളാണെങ്കിൽ പോലും ഒരു കറക്റ്റ് റുട്ടീനിലല്ലാതെ കുറച്ച് മടിയൊക്കെ പിടിച്ചായിരിക്കും ഇരിക്കുക. അപ്പം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കും അത് പറ്റില്ല, അവർക്കും പറ്റില്ല, കുട്ടികൾക്കും പറ്റില്ല. അപ്പോൾ എല്ലാം ഒരു ഓർഡറായിട്ട് പോകണം. പ്രത്യേകിച്ച് വീട്ടിലെ ജോലികളും ഓഫീസ് ജോലികളും എല്ലാം ഒന്നിച്ച് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഉത്തരവാദിത്തങ്ങൾ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം എങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മുടെ ആ ഒരു ജോലിയും അതുപോലെ തന്നെ ടെൻഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് നേരത്തെ തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വയ്ക്കും. വളരെ കുറച്ച് പ്ലാനിങ്ങോടുകൂടി നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ പാത്തുവിന് സ്കൂൾ തുറക്കുന്നതിന് മുന്നായിട്ട് തന്നെ അത്യാവശ്യം ക്ലീനിങ് എല്ലാം ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഓർഡറിലായി വരാൻ കുറേ ദിവസം എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാത്തിനും കൂടെ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കിച്ചണാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കബോർഡൊക്കെ ആണെങ്കിലും കുറച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസത്തോളം ആയിരുന്നു ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഈ ഒരു കബോർഡിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു സ്പോഞ്ച് സ്ക്രബ്ബ് വെച്ചിട്ട് അതിൽ കുറച്ച് പ്രില്ലിൻ്റെ ലിക്വിഡും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കിച്ചൺ വൈപ്സ് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കിച്ചണിൻ്റെ ആ ഒരു സൈഡിലത്തെ ടൈലെല്ലാം നന്നായിട്ടൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കബോർഡൊക്കെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ടൈല് പോലത്തെ ആ ഒരു പോർഷനിലൊക്കെ സ്ക്രബ്ബർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മാസത്തിലൊരിക്കലൊക്കെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്ത് എല്ലാം തിരിച്ച് വെച്ചതിന് ശേഷം ഫുഡൊക്കെ കുക്ക് ചെയ്ത് രാവിലെ തന്നെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ് പരിപാടികളിലേക്ക് കിടന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് തുടങ്ങുമ്പം ഈ കുറച്ചേ കാണുള്ളൂ എന്ന് വിചാരിച്ച് തുടങ്ങും. പക്ഷേങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും കാണുന്നതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീനിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ കിച്ചൺ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീർന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുകയാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. നമ്മൾ ആ തീർന്നിരിക്കുന്നത് കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഫില്ല് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും അത്രയും ടൈമും കൂടെ നമുക്ക് വേസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് തീർന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിൽ പിന്നെ അത് ഫില്ല് ചെയ്യാനായിട്ട് നടക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നോക്കി ഓരോ ടിന്നിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അപ്പം തന്നെ തിരിച്ച് അതാത് സ്ഥാനത്ത് വെക്കാനും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് തപ്പണ്ടി വരത്തില്ല. പൊടികളൊക്കെ ആണെങ്കിലും കിച്ചണിലേത് എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും തപ്പി നടക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന സാധനങ്ങൾ അപ്പം അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെ കിച്ചണിൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹോളിലേക്ക് വന്നതാണ് കേട്ടോ. ഹോളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പോർഷനാണ് എപ്പോഴും എനിക്ക് മെസ്സി ആയിട്ടിരിക്കുക. കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു കബോർഡിലേക്കായിരിക്കും വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഓരോന്നും എടുത്ത് മാറ്റി ഓരോന്നും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡൊക്കെ ഒന്നുകൂടെ ഒന്ന് തുടച്ച് ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു കബോർഡും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നും. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പാത്തു എൻ്റെ കൂടെ ക്ലീൻ ചെയ്യാനായിട്ട് വരും. ഒക്കെ കോളിൻ കാണുമ്പോഴത്തേക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊരു ഒരു പ്രത്യേക ഒരു ആവേശമാണ് കേട്ടോ. അങ്ങനെ കോളിൻ എടുത്തുകൊണ്ട് പോയിട്ട് അവളുടെ ടോയ് ബോക്സ് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോന്നും തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഞാനും വിചാരിച്ചെന്നാൽ പിന്നെ അവൾ തന്നെ ചെയ്യട്ടെ, അവളുടെ ടോയ് ബോക്സ് അവൾ തന്നെ ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഈയിടെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പക്ഷേങ്കിൽ അതിനകത്ത് ഇപ്പോഴും ഒരുപാട് വേണ്ടാത്ത സാധനങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളൊന്നും ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ പുറമേ എല്ലാം പൊടികളും തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട്
മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ടി വി സ്റ്റാൻഡാണ്. ടി വി സ്റ്റാൻഡിൽ കൂടുതലും പാത്തുവിൻ്റെ സോഫ്റ്റ് ടോയ്സ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഓരോന്നും ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്ത് മാറ്റി അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിലെ പൊടിയൊക്കെ ഒന്ന് തട്ടി മാറ്റിയതിന് ശേഷം തിരിച്ചു വെക്കുകയാണ്. ഇത് ഞാൻ എപ്പോഴും ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ, ഞാൻ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ടി വി സ്റ്റാൻഡ് എല്ലാം നല്ല ക്ലീനാക്കി ടോയ്സൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് വീട്ടിലെ ക്ലീനിങ്ങും അല്ലാത്ത ജോലികളും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് കേട്ടുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മടിയില്ലാണ്ട് മടുപ്പ് തോന്നാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അടുത്ത റൂമുകളിലെ കബോർഡും അതുപോലെ മിററും എല്ലാം ഒന്ന് കോളിന് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സമയം പോലെ ഓരോരുത്തർക്ക് ഓരോ സാഹചര്യമായിരിക്കും. കൊച്ചു കുട്ടികളുള്ള അമ്മമാരുണ്ടായിരിക്കാം. അങ്ങനെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നു ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഒരു ഭാഗമായിരിക്കും, ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു പോർഷൻ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കബോർഡൊക്കെ ആണെങ്കിലും നിങ്ങളുടെ തുണികളൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് തപ്പേണ്ട ആവശ്യം വരത്തില്ല. എല്ലാം കൂടെ കുഴച്ച് മറിച്ച് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും, ഏത് തുണി എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഉള്ള തുണികൾ അപ്പോൾ മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്നും അല്ലാണ്ട് മടി പിടിക്കുന്ന ദിവസങ്ങളും എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. എന്നാലും അടുത്ത ദിവസം നിങ്ങളത് കവറപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് ഒരു റുട്ടീനിൽ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കബോർഡൊക്കെ എപ്പോഴും നീറ്റാക്കി വെക്കുക. അപ്പോൾ റൂമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, എല്ലാ റൂമും ക്ലീൻ ചെയ്തു. കബോർഡാണെങ്കിലും മിററാണെങ്കിലും അതുപോലെ തന്നെ ഡോറാണെങ്കിലും എല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സമാധാനമാണ്, ഒരുപാട് ജോലി കുറഞ്ഞ പോലെ തോന്നും. പിന്നെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീനാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ അമ്മമാരെ, കൊച്ചു കുട്ടികളാണെങ്കിൽ അമ്മമാർ തന്നെ അവരുടെ ലഞ്ച് ബോക്സ് പഴയത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ പഴയത് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നേരത്തെ കഴുകി വൃത്തിയാക്കി ബാഗ് സഹിതം, ലഞ്ച് ബോക്സിൻ്റെ ബാഗ് സഹിതം എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. അതേസമയം വലിയ കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് അമ്മമാർക്ക് തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ അവർക്ക് ഉപയോഗിക്കേണ്ട ഷൂസ്, സ്കൂളിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഷൂസും ചെരുപ്പും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കുക. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് അതെല്ലാം നല്ല ക്ലീനാക്കി ഇരിക്കുമ്പോഴത്തേക്കും അവർക്കത് ഇട്ട് കൊടുത്തു വിടുമ്പോൾ പുതിയതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ പുതിയതൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ നേരത്തെ കണക്ക് കൂട്ടി അതൊക്കെ മേടിച്ച് നേരത്തെ റെഡിയാക്കി വെക്കുക. അപ്പോൾ പാത്തുവിൻ്റെ ഷൂസും ചെരുപ്പും എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവർ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചു കുട്ടികളാകുമ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ വലുതാകുമ്പോൾ അവർ തന്നെ ചെയ്തോളും. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചുക്കിളിവലയൊക്കെ തൂക്കാനുണ്ട്, അതുപോലെ തന്നെ ഫാനും ക്ലീൻ ചെയ്യാനായിട്ട്. അതൊക്കെ ഇതിന് വീക്കെൻഡിൽ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ അത്യാവശ്യം മെസ്സി ആയിട്ടിരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഇങ്ങനെ വീട് വൃത്തിയായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്നൊന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുക്കിങ്ങും നമുക്ക് ഈ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ ധൃതി വെച്ച് കുക്ക് ചെയ്യുന്ന ടൈമിൽ അതും ഈസി ആക്കാനായിട്ട് പറ്റും. ഈസി റെസിപ്പീസും അതുപോലെ ലഞ്ച് ബോക്സ് റെസിപ്പീസും ഒക്കെ ഞാൻ ഇനി വരുന്ന വ്ളോഗുകളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്